ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേരിയബിൾ സെപ്പറബിൾ ഫോമിലുള്ള ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുന്നതാണ് പഠിച്ചത്. അതിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങളും പരിചയപ്പെട്ടു. ആ ടൈപ്പിൽ തന്നെയുള്ള കുറച്ച് പ്രോബ്ലങ്ങൾ കൂടിയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വേരിയബിൾ സെപ്പറബിൾ ഇക്വേഷൻ്റെ പ്രത്യേകത നമുക്കറിയാം. വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. അതായത് dy യോടൊപ്പം ഫംഗ്ഷൻ ഓഫ് വൈയും dxനോടൊപ്പം ഫംഗ്ഷൻ ഓഫ് എക്സും മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ കഴിയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെയാണ് വേരിയബിൾ സെപ്പറബിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോക്കാം. സോൾവ് e raised to x plus e raised to minus x dy minus e raised to x minus e raised to minus x dx equal to 0. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, ഞാൻ ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ e raised to x plus e raised to minus x dy is equal to e raised to x minus e raised to minus x dx. വേരിയബിൾ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ dy യോടൊപ്പം ഫംഗ്ഷൻ ഓഫ് y മാത്രമേ കാണാവുള്ളൂ. ഇവിടെ ഫംഗ്ഷൻ ഓഫ് x കിടക്കുന്നു, ഇത് അങ്ങോട്ടങ്ങ് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ dy ഈക്വൽ ടു e raised to x minus e raised to minus x by e raised to x plus e raised to minus x. ഇവിടെ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി കഴിഞ്ഞു. കാരണം dxനോടൊപ്പം ഫംഗ്ഷൻ ഓഫ് x മാത്രമേ ഉള്ളൂ, dy യോടൊപ്പം വേറെ ഒന്നുമില്ല, dy മാത്രമേ ഉള്ളൂ. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി കഴിഞ്ഞു. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ജനറൽ സൊല്യൂഷൻ ഈസ് ഇൻ്റഗ്രൽ dy ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് e raised to x minus e raised to minus x by e raised to x plus e raised to minus x dx. ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൽ dy എന്ന് പറയുന്നത് y ആണ്. റൈറ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഡിനോമിനേറ്റർ e raised to x plus e raised to minus x ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ? e raised to x-ൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെയാണ്. e raised to minus x-ൻ്റെ ഡെറിവേറ്റീവ് e raised to minus x ഇൻറ്റു ആ മൈനസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് -1 ആണ്. അപ്പോൾ e raised to minus x ഇൻറ്റു -1. അപ്പോൾ അത് ഈ മൈനസ് e raised to minus x അതാവും. അതാണല്ലോ ന്യൂമറേറ്ററിൽ കാണുന്നത്. അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ കാണുന്നത്. അങ്ങനെ വന്നാൽ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്നാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻ്റഗ്രൽ dy y ആയി, ഇത് ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്ന് വരും. ദാറ്റ് ഈസ് ലോഗ് മോഡ് e raised to x plus e raised to minus x എന്നാവും. പ്ലസ് കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഏതെങ്കിലും ഒരു സൈഡിൽ ആഡ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ അങ്ങ് ആഡ് ചെയ്തു, പ്ലസ് c. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജനറൽ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞു. അധിക സിംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ ഇതിൽ ചെയ്യാനില്ല. അടുത്ത ചോദ്യം, സോൾവ് y log y dx minus x dy equal to 0. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങൾ നോക്കുമ്പോൾ dxനോടൊപ്പം y log y കാണുന്നുണ്ട്. അപ്പോൾ dy യോടൊപ്പം x dx കാണുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനെ മാറ്റണം. ഒരു കാര്യം ചെയ്യാം, ഈ ടേമിനെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ y log y dx is equal to x dy എന്ന് ആവും. dy യോടൊപ്പം x വേണ്ട, ഫംഗ്ഷൻ ഓഫ് x വേണ്ടല്ലോ, ഫംഗ്ഷൻ ഓഫ് y മാത്രം മതിയല്ലോ. അപ്പോൾ ഈ x ഇനി ലെഫ്റ്റിലേക്ക് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ dx by x എന്നാവും. ഇവിടെയും പ്രശ്നമുണ്ട്, dxനോടൊപ്പം y log y കിടക്കുന്നു, അതിനെ അങ്ങോട്ടും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ dx by x is equal to dy by y log y എന്നായി. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ dxനോടൊപ്പം ഫംഗ്ഷൻ ഓഫ് x മാത്രമേ ഉള്ളൂ, dy യോടൊപ്പം ഫംഗ്ഷൻ ഓഫ് y മാത്രമേ ഉള്ളൂ. അപ്പോൾ വേരിയബിൾ സെപ്പറബിൾ ഫോം ആയിരിക്കുന്നു. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ dx by x is equal to ഇൻ്റഗ്രൽ dy by y log y. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എഴുതാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. രണ്ട് സൈഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രൽ dx by x is equal to ഇൻ്റഗ്രൽ dy by y log y. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ dy by y log y അത് ഇങ്ങനെ മാറ്റിക്കൂടെ? ഇൻ്റഗ്രൽ 1/y by log y എന്ന് എഴുതാം. കാരണം അങ്ങനെ എഴുതിയാൽ ഈ log y ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ 1/y log y എന്ന് പറഞ്ഞതാണ്. അപ്പോൾ 1/y ഡിവൈഡഡ് ബൈ log y എന്ന് മാറ്റി എഴുതി. അങ്ങനെ മാറ്റി എഴുതിയതിൻ്റെ ഉദ്ദേശം, ഡിനോമിനേറ്ററിൽ log y ആണ് കാണുന്നത്, അതിൻ്റെ ഡെറിവേറ്റീവ് 1/y ആണ്, അത് ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൽ ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ എഴുതാൻ എളുപ്പം ലോഗ് മോഡ് ഡിനോമിനേറ്റർ എന്ന് എഴുതിയാൽ മതി. അതനുസരിച്ച് എഴുതാം. അപ്പോൾ ഇൻ്റഗ്രൽ dx by x എന്താ? ലോഗ് മോഡ് x. ഇവിടെയോ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവാണ് ന്യൂമറേറ്ററിലുള്ളത്. അപ്പോൾ ഇൻ്റഗ്രൽ ഈസ് ലോഗ് മോഡ് ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് ലോഗ് മോഡ് log y. ഏതെങ്കിലും ഒരു സൈഡിൽ c കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുക. ഇവിടെ രണ്ടിടത്തും ലോഗ് ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ലോഗ് കോൺസ്റ്റൻറ്റിനകത്ത് ലോഗ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു ലോഗ് മോഡ് c. ലെഫ്റ്റ് സൈഡിൽ തന്നെ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല, റൈറ്റിലും ചെയ്യാം. കിട്ടുന്ന ആൻസറിൻ്റെ ഫോമിൽ ഒരു ചെറിയ വ്യത്യാസം വരും എന്നുള്ളതേ ഉള്ളൂ. അത് പ്രശ്നമല്ല, അങ്ങനെ വരാം. അപ്പോൾ ഞാനിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തു. അപ്പോൾ ലോഗ് മോഡ് എക്സ് പ്ലസ് ലോഗ് മോഡ് സി, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി ആണ്. ഇപ്പോൾ ലോഗ് മോഡ് എക്സ് ഇൻറ്റു മോഡ് സി, ദാറ്റ് മീൻസ് മോഡ് സി എക്സ് എന്ന് വരും. റൈറ്റ് സൈഡിൽ ലോഗ് മോഡ് ലോഗ് വൈ. രണ്ട് ലോഗ് കളയുന്നു, മോഡും കളയുമ്പോൾ cx is equal to
ലോഗ് വൈ എന്ന് കിട്ടും. ഇതാണ് ജനറൽ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് dy by dx is equal to 2x by y square given that y is equal to 3 when x is equal to -2. അപ്പോൾ ഇവിടെ ഇതുവരെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്നുള്ളൊരു വ്യത്യാസം, ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. y is equal to 3 when x is equal to -2. x -2 ആകുമ്പോൾ y 3 ആവും. ആ കണ്ടീഷൻ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ, സാധാരണ എങ്ങനെയാണോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് അതുപോലെ സോൾവ് ചെയ്ത് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചതിന് ശേഷം എക്സ് -2 ആകുമ്പോൾ y 3 ആവും. ദാറ്റ് മീൻസ് ആ കണ്ടുപിടിച്ച സൊല്യൂഷനകത്ത് എക്സിന് -2ഉം വൈക്ക് 3 കൊടുക്കുമ്പോൾ ആ സൊല്യൂഷനകത്ത് ഒരു കോൺസ്റ്റന്റ് കാണും, ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ടാവും സി എന്ന് പറയുന്നത്. ആ സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ആ സിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ സി ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം അങ്ങനെ ആ വാല്യൂ കാണാൻ, ആർബിട്രറി കോൺസ്റ്റന്റിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷൻ തരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. dy by dx is equal to 2x by y square. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ y square dy is equal to 2x dx. വേരിയബിൾ സെപ്പറബിൾ ഫോം തന്നെയാണ്, കൂടുതൽ സിംപ്ലിഫിക്കേഷൻ ഒന്നും ആവശ്യമില്ല, വേരിയബിൾ സെപ്പറബിൾ തന്നെയാണ്. അപ്പോൾ ജനറൽ സൊല്യൂഷൻ എഴുതാം. ഇൻ്റഗ്രൽ y square dy is equal to ഇൻ്റഗ്രൽ 2x dx. ഇൻ്റഗ്രൽ y square dy y ക്യൂബ് ബൈ 3 ആണ്. ഈ 2 പുറത്ത് വരുന്നു, 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ബൈ 2 ആണ്, പ്ലസ് സി 2 ക്യാൻസൽ ആയി പോകുന്നു. y ക്യൂബ് ബൈ 3 is equal to x സ്ക്വയർ പ്ലസ് സി. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഈ ജനറൽ സൊല്യൂഷനകത്ത് സി എന്ന് പറയുന്ന ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്. ആ സിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. ഡിഫറെൻറ്റ് വാല്യൂസ് വരുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നു, ഗിവൺ y is equal to 3 when x is equal to -2. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ സൊല്യൂഷനിൽ x -2 ആകുമ്പോൾ y 3 ആവുന്നു. അപ്പോൾ എക്സിന് -2ഉം y 3ഉം കൊടുക്കുക. അപ്പോൾ നമുക്ക് സി കാണാൻ പറ്റും. നമുക്ക് നോക്കാം. വൈക്ക് 3 കൊടുത്താൽ 3 ക്യൂബ് ബൈ 3 എന്നാവും. ഇസിക്കൽ ടു എക്സിന് -2 ആണല്ലോ, -2 the whole square പ്ലസ് സി. 3 ക്യൂബ് 27 ബൈ 3 9 ആണ്, -2 സ്ക്വയർ 4 ആണ്. അപ്പോൾ സി 9 ഇസിക്കൽ ടു 4 പ്ലസ് സി. ഇത് പുറത്തേക്ക് മാറ്റുമ്പോൾ സി ഇസിക്കൽ ടു 9 - 4 ഇസിക്കൽ ടു 5 എന്ന് കിട്ടി. ഈ കിട്ടിയ സിയുടെ വാല്യൂ എടുത്ത് നമ്മുടെ ഈ സൊല്യൂഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ സൊല്യൂഷൻ ഈസ് 5 ക്യൂബ് ബൈ 3 ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 5. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷനാണ് y ക്യൂബ് ബൈ 3 ഇസിക്കൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സി. ജനറൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതൊരു ഇക്വേഷനാണ്, തീർച്ചയായിട്ടും അതിനൊരു ഗ്രാഫ് ഉണ്ടാകും. പക്ഷേ സി എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് സിക്ക് ഡിഫറൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഡിഫറൻറ്റ് ഗ്രാഫാണ് കിട്ടുന്നത്, ഡിഫറൻറ്റ് കർവ്സ് ആണ് കിട്ടുന്നത്. നമ്മൾ അതിനെ നേരത്തെ പറഞ്ഞതാണ് ഫാമിലി ഓഫ് കർവ്സ് എന്ന്. ഒരു പൊതുവായ എന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു ഫാമിലി ഓഫ് കർവ്സ് ആയിരിക്കും. പക്ഷേ ആ ഫാമിലി ഓഫ് കർവ്സിൽ y 3 ആകുമ്പോൾ x -2 ആവും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആ എക്സ് കോർഡിനേറ്റ് -2ഉം y കോർഡിനേറ്റ് 3യുമുള്ള ഒരു പോയിന്റിൽ കൂടി ആ കർവ് പാസ് ചെയ്യുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ കാണാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയും ചോദിക്കാം. ഈ ഗിവൺ y ഇസിക്കൽ ടു 3 when x ഇസിക്കൽ ടു -2 എന്ന് ചോദിക്കുന്നതിന് പകരം കർവ് പാസസ് ത്രൂ -2 3 എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷൻ എഴുതാൻ ചോദിക്കാം. അപ്പോൾ കിട്ടുന്നത് സിക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുള്ള സൊല്യൂഷനാണ് കിട്ടുന്നത്. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടിയതുപോലെ y ഇസിക്കൽ ടു y ക്യൂബ് ബൈ 3 ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 5. y ക്യൂബ് ബൈ 3 ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഒരു നിശ്ചിത കർവാണ്. പക്ഷേ y ക്യൂബ് ബൈ 3 ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് സി എന്ന് എഴുതുമ്പോൾ ഒരു കർവല്ല, അത് ഫാമിലി ഓഫ് കർവ്സാണ്. കാരണം സിക്ക് പല പല വാല്യൂസ് കൊടുക്കാം, അപ്പോഴെല്ലാം ഒരുപാട് കർവ്സ് കിട്ടും, ഫാമിലി ഓഫ് കർവ്സാണ്. പക്ഷെ അതിൽ നമുക്കിപ്പോൾ ഈ കണ്ടീഷൻ ഉപയോഗിച്ചപ്പോൾ കിട്ടിയത് സിക്ക് 5 കിട്ടിയപ്പോൾ y ക്യൂബ് ബൈ 3 ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് 5 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് സിക്ക് 5 എന്ന വാല്യൂ കൊടുത്തപ്പോൾ കിട്ടിയതാണ്. അത് ഫാമിലി ഓഫ് കർവ്സിലെ ഒരു പ്രത്യേക കർവ്, ഒരു പർട്ടിക്കുലർ കർവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. വേറൊരു കണ്ടീഷനാണെങ്കിൽ വേറൊരു കർവായിരിക്കും കിട്ടുക, ഒരു പർട്ടിക്കുലർ കർവാണ് ആ കണ്ടീഷൻ ഉപയോഗിക്കുമ്പോൾ കിട്ടിയ ആദ്യത്തെ ജനറൽ സൊല്യൂഷൻ ഫാമിലി ഓഫ് കർവ്സ് ആണ്. ഇത് എക്സാമിനെ സംബന്ധിച്ച് അത്രത്തോളം കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല. പക്ഷേ നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ് പോകുന്നത്. ഇപ്പം ഞാൻ ചെയ്ത ചോദ്യം നമ്മൾ ചെയ്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു സിക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ തന്നു y ഇസിക്കൽ ടു 3 when x ഇസിക്കൽ ടു -2 എന്ന്. ഇതിൻ്റെ അർത്ഥം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു കർവ് കിട്ടി, y ക്യൂബ് ബൈ 3 ഇസിക്കൽ എക്സ് സ്ക്വയർ പ്ലസ് സി എന്നൊരു കർവ് കിട്ടി. അതിൽ x -2 ആകുമ്പോൾ y 3 ആവും. ദാറ്റ് മീൻസ് ആ കർവ് -2 3 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് സിക്ക് വാല്യൂ കിട്ടി. ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് -2 3 എന്ന പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കർവാണ് കിട്ടിയത്. അപ്പോൾ ക്വസ്റ്റ്യൻ ആ രീതിയിൽ ചോദിക്കാം കേട്ടോ. ഫൈൻഡ് ദ കർവ് വിച്ച് പാസസ് ത്രൂ ദ പോയിന്റ് -2 3 such that slope of the tangent at any point is 2x by y square. Slope of the tangent 2x by y square എന്ന് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് dy by dx ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. dy ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പാണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദി ടാൻജന്റ് വരെ dy by dx എന്ന് എഴുതാം, ഇസിക്കൽ ടു 2x by y square. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്.
തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അതേപോലെ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് -2 3 കൂടെ സോൾവ് ചെയ്ത് ഈ ഇക്വേഷൻ കണ്ടു y³ × 3 y³ × c എന്ന് കിട്ടും. അതിൽ -2 3 കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ x -2 y3യും. അപ്പോൾ അവിടുന്ന് സിയുടെ വാല്യൂ കിട്ടും. സിയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ആ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, അത് മറ്റൊരു രീതിയിൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ കർവ് പാസിംഗ് ത്രൂ ദ പോയിന്റ് 1 1 which satisfies the differential equation x dy = 2x² + 1 dx. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 1 1ലൂടെ പാസ് ചെയ്യുന്ന കർവ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിനകത്ത് ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് c ഉണ്ടാവും. ദെൻ അത് 1 1 കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ x1 y1. അപ്പോൾ ആ x1 y1 കൊടുക്കുമ്പോൾ സിയുടെ വാല്യൂ കിട്ടും. ആ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സൊല്യൂഷൻ എഴുതാം. അപ്പോൾ നമുക്കിത് നോക്കാം. x dy = 2x² + 1 dx. ഡിവൈഡൊപ്പം y വേണ്ട, y മാത്രം മതി, x വേണ്ട. അപ്പോൾ x ഇങ്ങോട്ട് ഡിവൈഡ് ചെയ്യുന്നു. dy = 2x² + 1/x dx. ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. dy = 2x² x + 1/x എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ സ്പ്ലിറ്റിംഗ് ചെയ്യുന്നത്. 2x² x + 1/x. ദാറ്റ് ഈസ് 2x² x എന്ന് പറയുന്നത് 2x ആവും. അപ്പോൾ dy = 2x + 1/x dx. വേരിയബിൾ സെപ്പറബിൾ ഫോം ആണിത്. dx-നോടൊപ്പം ഫംഗ്ഷൻ ഓഫ് എക്സ് മാത്രമേ ഉള്ളൂ. ജനറൽ സൊല്യൂഷൻ എഴുതാം. വേരിയബിൾ സെപ്പറബിൾ ഫോം ആയാൽ സൊല്യൂഷൻ എഴുതാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ dy = 2x + 1/x dx. ഇൻ്റഗ്രൽ dy എന്ന് പറയുന്നത് y ആണ്. ഈ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 2x, ദാറ്റ് മീൻസ് 2 × ഇൻ്റഗ്രൽ ഓഫ് x, അത് x²/2 പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് 1/x, അത് ലോഗ് മോഡ് x. ഏതെങ്കിലും ഒരു സൈഡിൽ കോൺസ്റ്റന്റ് ആഡ് ചെയ്യുക. നമുക്ക് റൈറ്റ് സൈഡിൽ ആഡ് ചെയ്യാം. പ്ലസ് c. റൈറ്റ് സൈഡിൽ തന്നെ വേണമെന്ന് നിർബന്ധമല്ല, ലെഫ്റ്റിൽ ആഡ് ചെയ്യാം. ഞാൻ റൈറ്റ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും? 2 ക്യാൻസൽ ചെയ്ത് പോകുന്നു. y = x² + log mod x + c എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ കിട്ടി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു ഫാമിലി ഓഫ് കർവ്സ്. കാരണം സിക്ക് ഡിഫറൻറ്റ് വാല്യൂ കൊടുക്കുമ്പോൾ ഡിഫറൻറ്റ് കർവ് കിട്ടും. പക്ഷേ ഒരു കണ്ടീഷൻ തന്നു, ഗിവൻ ദാറ്റ് കർവ് പാസസ് ത്രൂ 1 1. കർവ് 1 1ലൂടെ പാസ് ചെയ്യുന്നു. 1 1ലൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് 1 ആകുമ്പോൾ വൈ കോർഡിനേറ്റ് 1 ആവുന്നു. അപ്പോൾ എക്സിനും 1 വൈക്കും 1 കൊടുക്കാം. അത് ഇക്വേഷൻ 1ൽ കൊടുക്കുക. അപ്പോൾ വൈക്ക് വരും 1 കൊടുത്തു. 1 = x 1 തന്നെയാണ്. 1² + log mod 1 + c. log 1 0 അപ്പോൾ ഈ ടൈം 0 ആയപ്പോൾ ഇപ്പോൾ 1 = 1 + 0 + c. ഈ 1 അപ്പുറത്തേക്ക് മാറ്റുമ്പോൾ 1 - 1 = c എന്ന് കിട്ടും. ദാറ്റ് മീൻസ് c = 0 എന്ന് കിട്ടും. ആ കിട്ടിയ സിയുടെ വാല്യൂ എടുത്ത് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻ കിട്ടി. y = x² + log mod x + 0 എന്നാണല്ലോ. അപ്പോൾ x² + log mod x എന്ന് കിട്ടി. ഇതൊരു കർവാണ്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവാണ്. പക്ഷേ ഈ കർവിനൊരു പ്രത്യേകത, അത് 1 1ൽ കൂടെ പാസ് ചെയ്യുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചത്. വേറൊരു കണ്ടീഷൻ, വേറൊരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സിക്ക് വേറൊരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. ആ പോയിന്റ് മാറുന്നതനുസരിച്ച് സിയുടെ വാല്യൂ മാറും. അപ്പോഴെല്ലാം ഡിഫറൻറ്റ് കർവ്സ് ആണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജനറലി നമ്മളിതിനെ ഫാമിലി ഓഫ് കർവ്സ് എന്ന് വിളിച്ചത്. അങ്ങനെ നമുക്ക് സൊല്യൂഷൻ കിട്ടുന്നു. അപ്പോൾ ഇത്രയാണ് വേരിയബിൾ സെപ്പറബിൾ പഠിക്കാനുള്ളത്. വേരിയബിൾ സെപ്പറബിളിൽ നമുക്ക് കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ മുൻകാലങ്ങളിലെ ചോദ്യപേപ്പറിലുള്ള ചോദ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളായിട്ടുള്ള ഇൻ്റഗ്രേഷൻ അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈസിയായി മാർക്ക് വാങ്ങാൻ കഴിയുന്നൊരു ചാപ്റ്ററാണ്. ആ ഒരു ധാരണയോട് കൂടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.